ഹലോ ഗായ്സ്, ഇന്നാണ് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലാണെങ്കിൽ റൊണാൾഡോ ഒരു ഫ്ലെക്സ് വയ്ക്കാൻ പോവുകയാണ്. ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഏറ്റവും വലിയ ഫ്ലെക്സാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഗൈസ്, അതിനുവേണ്ടി നമുക്ക് ആ സ്ഥലമാണെങ്കിൽ ഒന്ന് വൃത്തിയാക്കണം. അതിനായിട്ടാണെങ്കിൽ നമ്മൾ JCB കൊണ്ട് അവിടെ ഉള്ള സ്ട്രീറ്റ് ലൈറ്റും മരങ്ങളും എല്ലാം മുറിച്ച് കളയണം. എങ്കിലേ നമുക്ക് അവിടെ ഫ്ലെക്സ് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഗൈസ്, ഇതാണെങ്കിൽ നമ്മുടെ സ്വന്തം JCB ആണ്. ഗൈസ്, നമ്മളുടെ വീട്ടിൻ്റെ അടുത്തു തന്നെയാണ് നമ്മൾ ഈ ഫ്ലെക്സ് വയ്ക്കാൻ പോകുന്നത്. ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും ഫ്ലെക്സ് ഒന്നും ഇവിടെ ഇതിനായിട്ട് വെച്ചിട്ടില്ല. പോർച്ചുഗലിൻ്റെയാണ് ഇവിടെ ആദ്യമായിട്ട് വെക്കാൻ പോകുന്നത് ഫ്ലെക്സ്. ഗൈസ്, ഈ ഫ്രണ്ടിലാണെങ്കിൽ ഈ വലതുവശത്ത് കാണുന്ന സ്ഥലത്താണ് നമ്മളാണെങ്കിൽ ഇപ്രാവശ്യം പോർച്ചുഗലിൻ്റെ ടീമിൻ്റെ ഫ്ലെക്സ് വയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഇനി ഈ മരവും ഈ സൈഡിൽ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റെല്ലാം നമുക്ക് ഇളക്കി കളയണം. ഗൈസ്, അതിനാണെങ്കിൽ നമുക്കാണെങ്കിൽ ഈ ഫ്രണ്ടിലത്തെ ഡ്രം വെക്കണം. ഡ്രം എന്നാങ്ങാണ്ടാണ് ഗൈസ് ഇതിനെ പറയണത്. എനിക്ക് കറക്റ്റായിട്ട് പേരറിയാവുന്നവർ ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഗൈസ്, ഇനിയാണെങ്കിൽ നമുക്ക് ഓരോ മരവും ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെമായി ഇതൊക്കെ ഇളക്കി കളയാമെങ്കിൽ നമുക്ക് ഇവിടെ നല്ല കറക്റ്റായിട്ട് ഫ്ലെക്സ് വയ്ക്കാൻ പറ്റുകയുള്ളൂ. ഗൈസ്, ഞാനാണെങ്കിൽ ഷിബുചേട്ടൻ്റെയിലാണ് ഈ ഫ്ലെക്സ് അടിക്കാൻ കൊടുത്തേക്കുന്നത്. 250 അടിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഫ്ലെക്സ് അടിക്കാൻ. ഗൈസ്, നമ്മളാണെങ്കിൽ ഷാജി ചേട്ടൻ്റെ കയ്യിലാണ് ഈ ഫ്ലെക്സിൻ്റെ ഈ ഫ്രെയിം അടിക്കാൻ കൊടുത്തേക്കുന്നത്. അതും 250 അടി തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഗൈസ്, താണ്ട് ഏകദേശം ആക്കി തീരാറായി. ഗൈസ്, ഇന്നാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കൂടെ ഇളക്കി കളഞ്ഞാൽ മതി. ഗൈസ്, താണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റും കൂടെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് തീരും. ഗൈസ്, അപ്പോഴാണെങ്കിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ നമ്മളെ പറ്റിയ ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുകയാണ്. ഇനി ഇതിനെ ഇളക്കി കളയണം. ഗൈസ്, താണ്ട് അങ്ങനെയൊക്കെ ഇട്ടാക്കിയപ്പോൾ നമ്മളെ വണ്ടിയിൽ അവിടെ നിന്ന് വീതി ഇളവിയൊന്നും പോകുന്നില്ല. ഞാനാണ് വേണ്ടി ആ ഡ്രമ്മിൻ്റെ സാധനം ഒന്ന് പൊക്കിയിട്ടും താത്തിയിട്ടും ഒന്നും ഇത് ഇളവി പോകുന്നില്ല. ഗൈസ്, എനിക്കാണെങ്കിൽ എപ്പോഴും ഇതിൻ്റെ ഈ ബട്ടനൊക്കെ മാറിപ്പോൾ ഞാനാണെങ്കിൽ റിവേഴ്സും ഫ്രണ്ടിലോട്ടൊക്കെ എടുത്തിട്ടും ഈ പോസ്റ്റ് ഇളവി പോകുന്നില്ല. പോസ്റ്റല്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇളവി പോകുന്നില്ല. ഗൈസ്, ഇനിയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പൊക്കയും താത്തയും കൂടെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോഴെങ്കിലും ഇത് ഇളവി പോകും നോക്കാം. ഇനിയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇതൊന്ന് തള്ളി മാറ്റാം. ഗൈസ്, ഇത് പൊക്കിയിട്ട് അതിലൊന്ന് പോതിൽ എന്നിട്ട് തട്ടിയപ്പോൾ ഗൈസ് അത് എവിടെ പോയി ആ സാധനം. ഗൈസ്, ആണെങ്കിൽ അത് ഇൻവിസിബിൾ ആയിപ്പോയി. അതാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്ന് പറഞ്ഞാൽ. കുറച്ച് കഴിയുമ്പോൾ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇൻവിസിബിളായി പോകും. ഇനിയാണെങ്കിൽ വണ്ടിയാണെങ്കിൽ നമുക്ക് പണി തീർന്നിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടിടാം. ഇനി ഡ്രമ്മും ആ സാധനമൊക്കെ നമുക്ക് നേരെ കറക്റ്റ് അളവാക്കി വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഇനി JCB ആണെങ്കിൽ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് വേണം നമുക്കാണെങ്കിൽ ഫ്ലെക്സും ഫ്രെയിമും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെക്കാം. ഗൈസ്, നാളെയാണെങ്കിൽ ഇതിലെ ഫ്ലെക്സ് വയ്ക്കുന്ന വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങളാണെങ്കിൽ ഒരു അർജൻറ്റീന ഫാനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പോർച്ചുഗൽ ഫാനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബ്രസീൽ ഫാനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം.